ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പാലട പ്രഥമനാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം പാലട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. പാലട 100 ഗ്രാം, ശർക്കര 150 ഗ്രാം, വെള്ളം ആവശ്യത്തിന്, ചവ്വരി ആവശ്യത്തിന്, പാൽ ആവശ്യത്തിന്, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, ചുക്ക് ഒരു ചെറിയ കഷ്ണം, ഏലക്ക 2 എണ്ണം, നെയ്യ് 2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ഉണക്കമുന്തിരി ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് 100 ഗ്രാം പാലട അളന്ന് വെച്ചിരിക്കുന്നത്. ഈ പാത്രം നിറയെ ഉണ്ട് പാലട. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ പാലട അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ ഒരു 5 പാത്രം വെള്ളം ആദ്യം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം. ഇതിനെ ഒന്ന് തിളച്ച് വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പാലട ഇട്ട് കൊടുക്കുകയാണ്. പാലട ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കും അത്. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിനി ഇത് 20 മിനിറ്റത്തേക്ക് അടച്ച് വയ്ക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വയ്ക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. അത് അടച്ച് വയ്ക്കാതെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും. പക്ഷേ കുറച്ച് സമയം എടുക്കുമല്ലോ അത് വേകാൻ. അതിനാണ് ഞാനത് അടച്ച് വയ്ക്കുന്നത്. ആ പാക്കറ്റിൻ്റെ മേളിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പാലട ഇട്ടതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ 20 മിനിറ്റത്തേക്ക് അടച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ കണ്ടില്ലേ, പാലടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് കഴുകിയെടുക്കണത്. ഇപ്പം ഞാനിവിടെ പാലടയൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കി വെച്ചിരുന്ന് ഞാൻ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ചവ്വരി വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ ചവ്വരി ഒരു ദിവസം മുൻപേ എടുത്ത് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അതപ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഒന്ന് കട്ടി പിടിച്ചിരിക്കും. നമ്മൾ ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് പതുക്കെ ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇളകി വരും. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാലട അളന്ന് വെച്ചിരുന്നത് അതേ പാത്രത്തിന് തന്നെ ഒരു പാത്രം പാലെടുത്ത് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോട് ചേർക്കാം. കാരണം ഈ പാലട പ്രഥമൻ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയാകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഇപ്പം കൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ച് പാൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ തേങ്ങാപ്പാലാണ് ഇതിന് ഏറ്റവും നല്ലത്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം ഒഴിച്ചതിന് ശേഷം ചൂടാകുകയേ ചെയ്യാവുള്ളൂ, അത് തിളയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനത്ര ചേർത്തോണം കേട്ടോ ആദ്യമേ. അഥവാ ആദ്യം ചേർക്കാൻ പറ്റിയില്ല, നിങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് മധുരം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി കേട്ടല്ലോ. ഇനി പാലൊക്കെ ഒഴിച്ചത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. കണ്ടില്ലേ, ഇതൊക്കെ നന്നായിട്ട് ഇപ്പോൾ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇത് അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. പാലട ആയതുകൊണ്ട് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിലേക്ക് വറുത്തിടാം. ഞാൻ ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായത് നമുക്കതിലേക്ക് ആദ്യം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തേങ്ങ കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തോളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ചേർക്കുന്നത്. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ചേർക്കുകയാണ്.
ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് പായസത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഏലക്കായും ഒരു ചെറിയ കഷ്ണം ചുക്കും പൊടിച്ച് വെച്ചിരുന്നേ. ഞാനത് ചേർത്ത് കൊടുത്തു ഇതിൽ പായസത്തിലേക്ക്. പക്ഷേ അത് റെക്കോർഡായില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.